ഇസ്ലാമോഫോബിയയിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് കേരളത്തിലെ CPM അവസാനിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സംസ്ഥാന തലത്തിൽ നടത്തുന്ന സാഹോദര്യ പദയാത്രയുടെ ഭാഗമായി തിരൂരിൽ ഒരുക്കിയ ഡിജിറ്റൽ മീഡിയ സംഗമത്തിലാണ് CPMനെതിരെ റസാഖ് പാലേരി തുറന്നടിച്ചത്. കേരളത്തിൽ CPM ഇസ്ലാമോഫോബിയയെ മുതലെടുപ്പിനുള്ള അവസരമാക്കി ഉപയോഗിക്കുന്നതായി വെൽഫെയർ പാർട്ടി ആരോപിച്ചു. തങ്ങളുടെ വോട്ട് ലഭിക്കുന്നില്ല എന്നതാണ് CPMനെ വെൽഫെയർ പാർട്ടിയോടുള്ള എതിർപ്പിന്റെ കാരണമെന്നും റസാഖ് പാലേരി പറഞ്ഞു. CPM വളരെ രൂക്ഷമായി വിമർശിക്കാൻ തുടങ്ങിയത് 2019 പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം. ആ പൊതുതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ തന്നെ സ്വീകരിച്ച നിലപാട് സംഘപരിവാർ ഭരണത്തിനെതിരെ വിശാലമായൊരു ഐക്യം രൂപപ്പെടണമെന്നായിരുന്നു. ഞങ്ങൾ തന്നെ ഞങ്ങളുടേതായ ശ്രമങ്ങൾ നടത്തി. ഇന്ത്യയിൽ അത്തരമൊരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയും എന്ന നിലത്ത് കോൺഗ്രസ് ഉൾപ്പെടുന്ന UDFന് പിന്തുണക്കാനാണ് 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തീരുമാനിച്ചത്. സംഘപരിവാറിനെതിരായ ഒരു മുന്നേറ്റം എന്ന നിലക്കാണ് ആ ചൂടുവെപ്പുകൾ സ്വീകരിച്ചത്. അതിനുശേഷം CPM ഞങ്ങളെ വിമർശിക്കാനൊക്കെ തുടങ്ങി. CPM നടത്തുന്ന വിമർശനങ്ങൾ അവർക്ക് വോട്ട് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ 2015 നമ്മളുമായി ചേർന്ന് മത്സരിക്കാമെന്ന് അവർ തീരുമാനിക്കുകയുണ്ടോ? ഇന്ത്യയിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ CPM തന്നെ കേരളത്തിന് പുറത്ത് സ്വീകരിച്ച നിലപാട് കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിയെ പിന്തുണക്കുക എന്നതാണ്. ആ നിലപാട് കേരളത്തിൽ ഞങ്ങൾ സ്വീകരിച്ചു. അതിന്റെ പേരിലുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിലപ്പുറം വേറെ എന്തുണ്ടോന്ന് എനിക്കറിയില്ല. CPMന്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളത് ഒരു മുസ്ലിം വിരുദ്ധതയും ഇസ്ലാമോഫോബിയയും സൃഷ്ടിച്ച് അതുവഴിയുള്ള ഒരു നീക്കം CPM പല രീതിയിൽ നടത്തുന്നുണ്ട്. ഞങ്ങൾ അതിനെ ആ സ്വഭാവത്തിൽ തന്നെ ഞങ്ങളും വിമർശിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരമൊരു നീക്കം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ സമീപനം. ഒരു മുസ്ലിം വിരുദ്ധതയും ഇസ്ലാമോഫോബിയും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നിടത്ത് കുറെ അധികം മുന്നോട്ട് പോകാൻ കേരളത്തിലെ CPM ശ്രമിക്കുന്നുണ്ട്. അത് ആത്യന്തികമായി നഷ്ടവും അപകടവുമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്. അതിൽ നിന്ന് CPM പിന്മാറണം, ആ രീതി സ്വീകരിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാകും പാർട്ടിയുടെ അന്തിമ നിലപാട് തീരുമാനിക്കുകയെന്നും മത്സരത്തിന് പാർട്ടി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി അധ്യക്ഷൻ വ്യക്തമാക്കി. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നിലമ്പൂര് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെ ഇലക്ഷൻ നടക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം 6 മാസം കഴിയുന്നതിന് മുന്നായിട്ട് തന്നെ ഇലക്ഷൻ നടക്കും. അപ്പോൾ വെൽഫെയർ പാർട്ടി നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാർട്ടി അവിടെ സാധാരണ തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്നത് പോലെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മണ്ഡലം കൺവെൻഷൻ പൂർത്തീകരിച്ചു. ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ജില്ലയിൽ നിന്ന് തന്നെ അതിനെ അവിടെ ഒരു ടീമിനെ ചുമതലപ്പെടുത്തി ഞങ്ങളുടെ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്വന്തമായി മത്സരിക്കണമെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സംഘടനാപരമായ ശക്തിയും ക്രമീകരണവും അവിടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരെയെങ്കിലും പിന്തുണക്കാനോ മറ്റോ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. കൃത്യമായ ചില കാര്യങ്ങൾ അവിടെ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പൊളിറ്റിക്കലി പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ മണ്ഡലം. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിനനുസരിച്ചുള്ള സമീപനം സ്വീകരിക്കാം എന്നാണ് നമ്മളതിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റക്ക് മത്സരിക്കാനുള്ള വഴികളോട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ചർച്ചകളിലൂടെ ഏതെങ്കിലും മുന്നണിയെ പിന്തുണയ്ക്കേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള സാധ്യതയും രൂപപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു അന്തിമ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതിന് പാർട്ടിയെ സജ്ജമാക്കാനുള്ള വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സാഹോദര്യ പദയാത്രയ്ക്ക് കേരളത്തിൽ മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് റസാഖ് പാലേരി പറഞ്ഞു. സംഘപരിവാർ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തിനെതിരെ വിശാലമായ രാഷ്ട്രീയ സാമൂഹിക കൂട്ടായ്മ രൂപപ്പെട്ടു വരേണ്ടതുണ്ടെന്നും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇതിനുള്ള ഒരു വേദിയായി മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ കൂട്ടായ്മ ആഴത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നതിനും ശ്രമങ്ങളുണ്ടാകണം. കേരളത്തിൽ സംഘപരിവാറിന് അനുകൂലമാകുന്ന തരത്തിൽ പൊതുബോധ നിർമ്മിതി നടക്കുന്നുണ്ടോയെന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും പൌരത്വ നിയമ ഭേദഗതിക്കെതിരെയുണ്ടായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിന്റെ തെരുവുകളിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഇല്ലാതെ പോയത് ഇതുമൂലമാണെന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും റസാഖ് പാലേരി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ, സംസ്ഥാന ജനറൽ സെക്രട്ടറി S. ഇർഷാദ്, സെക്രട്ടറി പ്രേമ G. പിഷാരടി, ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങം, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട് എന്നിവരും സംബന്ധിച്ചു. മലപ്പുറം ജില്ലയിലെ പര്യടനത്തിന്റെ 2ാം ദിനത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ തിരൂരിൽ ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തിയത്. എഡിറ്റർ ലൈവ്, തിരൂർ.
ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.